വളരെ എളുപ്പത്തിൽ ഒരു അംബ്രല ചുരിദാർ കട്ട് ചെയ്യാം. അപ്പോൾ അതിന് തുണി മടക്കേണ്ട രീതി എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് ഒരു 4 മീറ്റർ തുണിയാണ് ഞാനിപ്പോൾ ഈ അംബ്രലയ്ക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 4 മീറ്റർ തുണി നമ്മൾ ആദ്യം ഇതുപോലെ ഒന്ന് മടക്കുക. അതിനുശേഷം വീണ്ടും ഒന്നും കൂടെ ഇതേപോലെ മടക്കുക. അപ്പോൾ ഇതിപ്പോൾ 4 പീസായിട്ടുണ്ട്. വീണ്ടും ഇതിൻ്റെ ഈ സെൻറ്റർ പിടിച്ചിട്ട് നമ്മൾ വീണ്ടും ഇങ്ങനെയും കൂടെ ഒന്ന് കോണായിട്ടൊന്ന് മടക്കുക. അപ്പോൾ ഇത് 8 പീസ് ആയിട്ടുണ്ട്. അപ്പോൾ തുണി മടക്കേണ്ടത് ഈ രീതിയിലാണേ. ഇപ്പോൾ ഈ രീതിയിലാണ് ഞാൻ തുണി മടക്കി ഇട്ടിട്ടുള്ളത്. കട്ട് ചെയ്യാവേ. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ആദ്യം ചുരിദാറിൻ്റെ അരവണ്ണം അളന്നെടുക്കാം. ഇതിപ്പോൾ നമുക്ക് ഒരു സൈഡ് കിട്ടിയിട്ടുള്ളത് 16 അരയാണ്. 16 അരയാണ്. ഇത് ഫുള്ളിങ്ങനെ റൗണ്ട് ചെയ്ത് അരവണ്ണം ഫുള്ള് ചുറ്റിയെടുക്കുമ്പോൾ 16ൻ്റെ ഇരട്ടിയാവും. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് 33ആണ്. 33നെ നമ്മൾ 8ആയിട്ട് ഭാഗിക്കുക. 33നെ നമ്മൾ 8ആയിട്ട് ഭാഗിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 4ആണേ. അപ്പോൾ ആ 4 നമുക്കിവിടെ ഒന്ന് ആദ്യം എഴുതി വയ്ക്കാം. 5 ഇഞ്ച് തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലും കൂടെ ഇങ്ങനെ എടുക്കുക. അതിനുശേഷം അത് നമ്മളിതേപോലെ ഒന്ന് ഷേപ്പായിട്ട് വരച്ചു കൊടുക്കുക. ഇതുപോലെ ഷേപ്പായിട്ട് നമ്മളത് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് എത്രയാണ് ലെങ്ത് വേണ്ടതെന്ന് നോക്കാം. ഇനി നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടതെന്ന് നോക്കാം. അതിൽ കൂടെ തയ്യൽ തുമ്പ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടുതൽ എടുത്തതിന് ശേഷം നമുക്ക് അതും ഒന്ന് മാർക്ക് ചെയ്തിടാം. ആ 1 ഇഞ്ച് നമ്മൾ എത്രയാണോ നമുക്ക് ഇനി ലെങ്ത്, അതായത് ഈ താഴോട്ടുള്ള ബോഡി പാർട്ടിന് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടതെന്ന് അളന്ന് നോക്കുക. ചുരിദാറിൻ്റെ അളവ് നമ്മളിതേപോലെ വെച്ച് അളന്ന് നോക്കണം. ഇതിൻ്റെ താഴോട്ടുള്ള ഈ ഭാഗത്തിന് നമ്മൾ ഇതേപോലെ ഒന്ന് അളന്ന് നോക്കുക. ബാക്കി എത്രയാണോ, ഒരാളെ ലെങ്ത് അല്ല എടുക്കേണ്ടത്, ഒരേന്ന് എടുക്കേണ്ട. നമുക്ക് ഈ അളവിൻ്റെ ഈ അരവണ്ണത്തിൻ്റെ ഈ താഴോട്ടുള്ള ഭാഗം നമുക്ക് എത്രയാണോ വേണ്ടതെന്ന് നോക്കുക. നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതിൽ കൂടെ 1 ഇഞ്ച് നിങ്ങൾ കൂട്ടിയിടുക. അങ്ങനെ ഞാനിതിപ്പോൾ എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ അളവിൽ വെച്ചിട്ട് വീണ്ടും ഇതുപോലെ ഓരോ അളവും നമ്മൾ ഇതേപോലെ ഒന്ന് കൊടുക്കുക. നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ലൈനിങ് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഇത്രയും ഫ്ലെയറിലല്ല നമ്മൾ ലൈനിങ് കട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ നേരെ പകുതി അളവിലാണ് നമ്മൾ, അതായത് ഇതിൻ്റെ ഈ ബോട്ടത്തിൻ്റെ നേരെ പകുതി അളവിലാണ് നമ്മൾ ലൈനിങ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ലൈനിങ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മടക്കിയെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് പിന്നെ നമ്മൾ ഈ കോണിനെ പിടിച്ച് ഇതുപോലെ ഒന്ന് മടക്കിയാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. അതായത് 4 പീസ് വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ലൈനിങ് മടക്കിയിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ മേളിലത്തെ ഈ ഭാഗം എടുക്കുമ്പോൾ നമുക്ക് ഇത് നമ്മളിപ്പോൾ 8-1 ഭാഗമാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ എടുക്കുമ്പോൾ നമ്മൾ 4-1 ഭാഗം എടുക്കുക. അപ്പോൾ ഇപ്പോൾ 33ൻ്റെ 4-1 ഭാഗമാണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയത് 7.5 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ 7.5 ഞാനവിടെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് ലൈനിങ് താഴെ കുറച്ച് നീളം കുറച്ചതിന് ശേഷം നമുക്കതും വരച്ച് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. 1 ഇഞ്ച് നീളം കുറച്ചിട്ട്, അതായത് ഇതിനേക്കാൾ 1 ഇഞ്ച് നീളം കുറഞ്ഞിട്ടുള്ള രീതിയിൽ നമുക്കിത് ലൈനിങ് കട്ട് ചെയ്തെടുത്താൽ. ഇനി നമുക്കിത് 1 ഇഞ്ച് നീളം കുറച്ചിട്ട് നമുക്ക് ലൈനിങ് ആദ്യം ഇവിടെ കട്ട് ചെയ്തെടുക്കാം. സൈഡിലും കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. 2 സൈഡിലും കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത്, ഈ സൈഡിലും അതുപോലെ ഇപ്പുറത്തെ സൈഡിലും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അതുപോലെ ലൈനിങ്ങും ആ സെയിം രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇപ്പോൾ നമുക്ക് പാവാട ഇതുപോലെ 2 പീസായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇവിടെ കൂടിയും ഈ സൈഡിൽ കൂടിയും നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ സൈഡിൽ കൂടിയും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ ലൈനിങ് നമ്മൾ ഇതുപോലെ ഒരുമിച്ച് സെപ്പറേറ്റ് 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുക്കുക.
ലൈനിങ്ങും അതേപോലെ ചുരിദാറിൻ്റെ നമ്മുടെ ഈ പീസുമായിട്ട് നമ്മൾ സൈഡ് അടിച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മൾ ഒരു പീസ് ഇതിനകത്തോട്ട് നമ്മൾ ഇതേപോലെ വെച്ച് നമുക്കിത് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്ത് വയ്ക്കുക. അപ്പോൾ ലൈനിങ്ങും ഈ പീസുമായിട്ട് നമ്മളിത് അംബ്രല്ല പീസുമായിട്ട് നമ്മൾ യോജിപ്പിച്ച് ലൈനിങ്ങുമായിട്ട് എടുത്താൽ മതി. ഇനി നമ്മളിതിൻ്റെ മേളത്തെ പാർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ നെറ്റിൻ്റെ തുണിയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് 1 മീറ്റർ ഉണ്ട്. അതിപ്പോൾ നമുക്ക് ആദ്യം സ്ലീവ് കട്ട് ചെയ്ത് മാറ്റാം. ഞാനിതിപ്പോൾ അളവ് ടോപ്പ് വെച്ചിട്ടാണ് ഇതിൻ്റെ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അളവ് ടോപ്പിൻ്റെ മേളത്തെ ഈ പീസ് നമുക്ക് ഇതുപോലെ 2ആയിട്ട് മടക്കി ഇതിൻ്റെ പുറത്തോട്ട് 4ആയിട്ട് മടക്കിയ തുണിയുടെ പുറത്ത് നമ്മളിതുപോലെ വെച്ച് കൊടുക്കുക. തയ്യൽ തുമ്പിന് ആവശ്യമായിട്ടുള്ള തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുക. ഉയരത്തേക്ക് 1/2 ഇഞ്ച്, താഴത്തേക്ക് 1/2 ഇഞ്ച്. അപ്പോൾ 1 ഇഞ്ച് കൂടുതലായിട്ട് നമ്മൾ എടുക്കുക. നമ്മളിനി 2ആയിട്ട് മടക്കിയതിൻ്റെ അകത്തൂടെ നമ്മളിതുപോലെ ഒന്ന് കഴുത്തിൻ്റെ പീസ്, കഴുത്തിൻ്റെ അകലം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ പ്ലസ് 1/2 ഇഞ്ച് നമുക്ക് എടുക്കാം. കക്കിയുടെ ഭാഗം നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ചതിന് ശേഷം അത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കക്കിയുടെ ഭാഗം വരച്ചു കൊടുക്കാം. ഇത് ബാക്ക് കഴുത്തും ഫ്രണ്ട് കഴുത്തും നമ്മൾ റൗണ്ടായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് കഴുത്ത് പ്ലസ് 1/2 ഇഞ്ച്, ബാക്ക് കഴുത്ത് പ്ലസ് 1/2 ഇഞ്ച്. അപ്പോൾ അത് നമുക്കിതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കഴുത്ത് സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ബാക്ക് ഫ്രണ്ട് നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ കഴുത്തും സ്റ്റിച്ച് ചെയ്ത് സ്ലീവും നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ താഴത്തെ ഈ ഭാഗം നമ്മളിതേപോലെ ലൈനിങ്ങും ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുമായിട്ട് യോജിപ്പിച്ച് എടുത്താൽ മതിയാവും.